ഈ ഒരു കാഴ്ച കാണുമ്പോഴേ നമുക്ക് അത്ഭുതം തോന്നാം. കാരണം ക്രോക്കഡൈൽ വായ് തുറന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ബേർഡ് അതിൽ വന്ന് ഇരുന്ന് കൊടുക്കുകയാണ്. നമ്മൾ കരുതും അതിനെ ഭക്ഷിക്കാൻ പോവുകയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് തെറ്റി. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈജിപ്ഷ്യൻ പ്ലോവർ അഥവാ ക്രോക്കഡൈൽ ബേർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു ജീവി ക്രോക്കഡൈലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെൻറ്റിസ്റ്റാണ്. നമുക്ക് ചുറ്റിലും പ്രകൃതിയിൽ നടക്കുന്ന ഇത്തരം സിംബയോസിസുകൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല പ്രിൻസിപ്പിൾസും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഏതൊരാളുടെ ജീവിതത്തിലും ഒരു പ്രധാനപ്പെട്ട സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല റിലേഷൻഷിപ്പാണ്, നല്ല ബന്ധങ്ങൾ. നമുക്കൊക്കെ ആരുമായിട്ടും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ള ആളുകളിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നതും നമുക്കൊരു ഐഡൻറ്റിറ്റി തരുന്നതും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മറ്റുള്ള ആളുകളിൽ ഒരു ആക്സസ് ലഭിക്കുന്നതും അതേസമയം ചില ആളുകളിൽ അത്തരം ആക്സസ്സുകൾ ഡിനേ ചെയ്യപ്പെടുന്നതും നമ്മളെ പ്രവൃത്തികൾ തന്നെയാണ്. മറ്റൊന്ന് ബന്ധങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പേഴ്സണാലിറ്റിയെ ഡോമിനേറ്റ് ചെയ്യുന്നതിന് പകരം മ്യൂച്വൽ റെസ്പെക്റ്റിലൂടെ മ്യൂച്വൽ ബെനിഫിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നതിലൂടെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ ബൗണ്ടറികളെക്കുറിച്ചും മറ്റുള്ളവരുടെ ബൗണ്ടറികളെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാവണം. അതിനെ റെസ്പെക്റ്റ് ചെയ്യാനും അതിനെ കാത്തു സൂക്ഷിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പരസ്പര ധാരണയിലൂടെ വിശ്വാസത്തിലൂടെ ഭയം എന്ന് പറയുന്നൊരു ഫാക്ടറിനെ ഇല്ലായ്മ ചെയ്യുമ്പോഴാണ് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്.